എൻ്റെ റൂം മര്യാദയ്ക്കൊന്ന് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് എക്സാം വരണം, അല്ലെങ്കിൽ ഈ ഓണോ വിഷു ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് അമ്മ വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. ഇന്നത്തെ റീസൺ എന്തായാലും എക്സാമാണ്. അതുകൊണ്ട് റൂം ഒന്ന് ക്ലീൻ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഈ സൈഡ് അത്ര കുഴപ്പമില്ല, പക്ഷേ ഈ സൈഡിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. എനിക്ക് ഈ റൂമൊക്കെ എപ്പോഴും നീറ്റായിട്ട് വെക്കാനാണ് ഇഷ്ടം. പക്ഷേ വീട്ടിലിട്ടിരിക്കുന്നത് ഈ ആസ്പെറ്റോസിൻ്റെ ഷീറ്റാണ്. പുറകിൽ ഫുള്ള് റബ്ബറാണ്. ഈ എയർ ഹോളിലൂടെയൊക്കെ റബ്ബറിൻ്റെ ഇലയും പൊടിയും പൂവും ഒക്കെ വീണ് ഈ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം എപ്പോഴും പൊടിയാണ്. ഈ പൊടിയുടെ ശല്യം കാരണം റൂമിൽ വൈറ്റ് കളറിലുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അതിനുദാഹരണമാണ് ദേ ഈ ലാമ്പ്. എൻ്റെ ടേബിളിൽ ഒട്ടിച്ചിരുന്ന വൈറ്റ് കളർ വാൾപേപ്പറൊക്കെ ഇതിലൊക്കെ പെട്ടെന്ന് പൊടിയാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആ വാൾപേപ്പർ ഇളക്കി കളഞ്ഞതും. അങ്ങനെ ഞാൻ റൂം ക്ലീനാക്കാൻ തുടങ്ങി. അൺനെസസറി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഓരോന്നും ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൂട്ടി വെക്കും. എന്നാൽ ഇതൊക്കെ ചെയ്യുമോ? അതുമില്ല. റൂമിലിങ്ങനെ സാധനങ്ങൾ പെരുകി പെരുകി റൂം ഒരു ആക്രിക്കട പോലെ ആവുകയും ചെയ്യും. ഇതിനകത്ത് ഇതൊക്കെ കുത്തിക്കയറ്റി വെക്കുക സ്ഥലമുണ്ടോ? അതുമില്ല. ക്ലേയും മറ്റ് ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ ഇട്ട് വെച്ചിരുന്നായിരുന്നു പിങ്ക് കാർഡ്ബോർഡ് ബോക്സ്. മഴയൊക്കെ തുടങ്ങിയോണ്ട് തന്നെ അത് തണുപ്പടിച്ച് ഉളുത്തു പോകുന്നുള്ളതുകൊണ്ട് ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അത് ബാക്കി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ കാണുന്ന ഈ വൈറ്റ് കളർ കാർഡ്ബോർഡ് ബോക്സസ് പൈപ്പ് ക്ലീനർ വെച്ച് ബിസിനസ് തുടങ്ങിയാൽ വലിയ ബിസിനസ് ടാക്കൂൺ ആവുമെന്നും പറഞ്ഞ് വാങ്ങി വെച്ച് പാക്കിംഗ് മെറ്റീരിയൽസാണ്. ഇതിലൊന്നുപോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാരണം ഓർഡേഴ്സ് കിട്ടിയിട്ടില്ല. ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം. ആദ്യത്തെ ആവേശത്തിൽ കുറേ അധികം ഉണ്ടാക്കിയെങ്കിലും ദേ ഇരിക്കുന്ന ടൺ കണക്കിന് പൈപ്പ് ക്ലീനേഴ്സ് കാണുമ്പോൾ ഉള്ളിൽ ഇപ്പോഴും ഒരു വിങ്ങല. എക്സാമൊക്കെ കഴിയുന്ന മുറയ്ക്ക് പതിയെ ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ ജേർണൽസും ബാക്കി കാര്യങ്ങളൊക്കെ മെയിൻ ടേബിളിലാണ് വെക്കുന്നത്. ഇപ്പോൾ എക്സാം എടുത്തുകൊണ്ട് തന്നെ ബാക്കി പഠിക്കാനുള്ള മെറ്റീരിയൽസൊക്കെ ടേബിളിലോട്ട് മാറ്റിയിട്ട് ജേർണൽസും കാര്യങ്ങളും ഒക്കെ ദേ തിരിച്ചിവിടെ വെച്ചിട്ടുണ്ട്. അവസാനം എല്ലാം ഒതുക്കി പറക്കി വന്നപ്പോൾ ഇതായിരുന്നു റൂമിൻ്റെ ഏകദേശ കോലം. ഇനി 2 ദിവസത്തേക്ക് ഇത് വൃത്തിയായിട്ട് കിടക്കും. 2 ദിവസം കഴിയുമ്പോൾ കാണാം ഇതിൻ്റെ കോലം. അപ്പോൾ ഓക്കെ, ബൈ.